നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും 1000 നന്ദി. നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണ നമ്പായ. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ വില പിടിച്ച അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തരുന്നതിന് വളരെ നന്ദി. ഈ 2025 മെയ് മാസം 14-ാം തീയതി വേഴഗ്രഹം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനത്തിലേക്ക് വരികയാണ്. ഇടവക്കൂറുകാർക്ക് കാർത്തിക മുക്കാല്, രോഹിണി, മകയിരത്തിന്റെ പകുതി വരെ ഉള്ളതാണ് ഇടവക്കൂറ്. ഇടവക്കൂറുകാർക്ക് ഈ കൊല്ലം എത്രത്തോളം ഗുണകരമാണെന്ന് ചോദിച്ചാൽ വളരെ ഗുണമാണ്. 1-ലും 2-ലുമായിട്ടാണ് വേഴത്തിന്റെ സഞ്ചാരം. അപ്പൊ ഈ ഇടവക്കൂറിൽ നിന്ന് മാറി 2-ലും 3-ലും കൂടെയാണ് ഈ മെയ് മാസമാണല്ലോ മാറണം. അതുകൊണ്ട് 2-ലും 3-ലുമായിട്ട് നിൽക്കും. 3-ലെന്ന് പറയുമ്പോൾ ഒരു വർഷം ഒരു രാശിയിലല്ലേ വേഴം നിൽക്കും. അപ്പൊ പിന്നെ എങ്ങനെ ജ്യോത്സ്യരെ 3-ലോട്ട് വരുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. മറ്റു ചാനലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ 2025 ഒക്ടോബർ മാസം 18-ാം തീയതി മുതൽ 2025 ഡിസംബർ മാസം 5-ാം തീയതി വരെ ഈ മിഥുനത്തിൽ നിൽക്കുന്ന വേഴൻ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കും. അപ്പോഴാണ് നിങ്ങൾക്ക് 3-ൽ വരുന്നത്. വീണ്ടും അത് 2026 ജൂൺ മാസം 2-ാം തീയതി വരെ മിഥുനൻ രാശി നിൽക്കും. അപ്പൊ ഈ വേഴത്തിന്റെ മാറ്റം 2 നിൽക്കുന്ന കാലം വളരെ നല്ലതാണ്. 2 എന്ന് പറയുന്നത് എന്താണ്? ജ്യോതിഷത്തിൽ വിദ്യ, കുടുംബം, ധനം. അപ്പൊ വിദ്യക്ക് അഭിവൃദ്ധി ഉണ്ടാകും. പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ പോണവർക്ക് വളരെ ഐശ്വര്യ പ്രവൃത്തി. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം നേട്ടങ്ങളാണ്. പഠിക്കാൻ പോണവർക്കും ഏത് കാര്യം പഠിക്കാൻ പോയാലും ഉന്നത വിദ്യയും നല്ല മാർക്കും നല്ല അവസരങ്ങളും ഒക്കെ കിട്ടും. അങ്ങനെ വിദ്യക്ക് അഭിവൃദ്ധി ഉണ്ടാകും. കുടുംബം എന്ന് പറയുമ്പോൾ അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കള്, മരുമക്കള്, ചെറുമക്കള്, അപ്പൂപ്പൻ, അമ്മൂമ്മ, മാമന്മാർ, ഇങ്ങനെയുള്ള എല്ലാ കുടുംബജനങ്ങളുടെയും പ്രീതി കിട്ടി പല രാജ്യത്ത് പഠിക്കാനും ജോലിക്കും ജീവിക്കാനും ഒക്കെ വേണ്ടി കഴിയുന്ന ആൾക്കാരെല്ലാവർക്കും ഒന്നിച്ചു കൂടാനും ഒന്നിച്ച് ജീവിക്കാനും കൂടിയുള്ള അവസരമുണ്ട്. കുടുംബം എന്ന് വെച്ചാൽ കൂടുമ്പോൾ ഇമ്പം ഉള്ളതാണ് കുടുംബം. അപ്പൊ എല്ലാവരും ഒന്നിച്ച് നിൽക്കേണ്ടത് സന്തോഷം തന്നെ. നമ്മള് നാട്ടിലുള്ളവരെയൊക്കെ ഫോൺ ചെയ്ത് വിളിച്ച് സംസാരിക്കും, സ്നേഹപ്രകടനങ്ങളൊക്കെ കാണിക്കും. വീട്ടിലുള്ള ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ മക്കളുടെ മിണ്ടാനോ സ്നേഹിക്കാനോ തോന്നാത്ത ഒരു പരിഷ്കൃതമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ വീട്ടിലുള്ളവരെ സ്നേഹിച്ചിട്ട് നമുക്ക് നാട്ടിലുള്ളവരെ അല്ലെങ്കിൽ വിദേശത്തിരിക്കുന്നവരെയൊക്കെ വിളിച്ച് സംസാരിച്ച് സമയം ചെലവാക്കുന്നത് കുഴപ്പമില്ല. വീട്ടിലുള്ളവരുടെ മിണ്ടാതെ നാട്ടിലുള്ളവരുടെ വേണ്ടി സ്നേഹിച്ച് സ്നേഹം കാണിച്ചിട്ട് എന്തിനാണ് നിങ്ങൾക്ക് പുണ്യം? ഒരു കുടുംബ ബന്ധങ്ങൾ നമുക്ക് എപ്പോഴും വില പിടിക്കലാണ്. കുടുംബത്തിലെ അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും കൊടുക്കാത്തൊരു സ്നേഹം, നിങ്ങളെ സ്നേഹം വേറെ ആർക്കും വേണ്ട. അതാണ് എൻ്റെ കാര്യം. അപ്പൊ കുടുംബ ബന്ധങ്ങൾക്ക് വളരെയധികം പുരോഗതി പ്രാപിച്ചു. 2-ല് വേഴം 12 വർഷത്തിലൊരിക്കലാണ് വരുന്നത്. അപ്പൊ 2-ല് വരുമ്പോ സൗമ്യേ വിത്തകതേ പുരാർജിതധന നാമേവ മൃത്യുൽഭവ പ്രാപ്ത്യാപ്തർ ഭരണീയരജ്ജന സുഖം പൃഷ്ടേതി യായാൾ ഫലം. അപ്പൊ സൗമ്യഗ്രഹം, സൗമ്യം ശുഭഗ്രഹങ്ങൾ 2-ല് സഞ്ചരിക്കുമ്പോൾ പുരാർജിത ധനം, പൂർവിക സ്വത്തുവകകള്, നാമേവ, നാമം എന്ന് വെച്ചാൽ വെറും പേരിന് മാത്രമേ ഉള്ളെങ്കിലും ഏവ വൃത്തി ഉത്ഭവ, അഭിവൃദ്ധിപ്പെട്ടു വരും. അപ്പൊ കുറച്ച് സ്വത്തുക്കൾ ഒരു 5 സെന്റ് പെരയിടം വിറ്റായിരിക്കും ചിലപ്പോൾ 50 സെന്റ് പെരയിടമായി. അല്ലെങ്കിൽ ഉള്ള വസ്തുക്കൾ വീണ്ടും നമുക്ക് കിട്ടാനുള്ള യോഗമുണ്ട്. പൂർവികമായിട്ട് നമുക്ക് കുടുംബത്തിൽ നിന്നും കിട്ടാതെ കിടക്കുന്ന വസ്തുക്കൾ, കേസിൽ കിടക്കുന്ന വസ്തുക്കൾ, അതേപോലുള്ളതൊക്കെ നമുക്ക് കിട്ടാൻ യോഗമുണ്ട്. ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്താൽ ചുമ്മാ കേസും വഴക്കിനും പോണ്ടാണ് നമ്മൾ വിചാരിച്ചാലും കേസിലേ മറ്റുള്ളവർക്ക് സഹകരിച്ച് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന ചില അല്പജ്ഞാനികളുണ്ട്. അതുകൊണ്ട് കേസിന് പോയാലും കുഴപ്പമില്ല, കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് അനുകൂലവും വിജയവും പുരോഗതിയെ കിട്ടും. പൃഷ്ടേതിയായാൽ എല്ലാ ഭാഗ്യങ്ങളും നമുക്കൊരു കോടതി, സർക്കാർ, അധികാരികളിൽ നിന്നൊക്കെ
പ്രീതി, സഹായം, അനുകൂലം ഇതൊക്കെ. വേടൻ എന്ന് പറയുന്ന ഗ്രഹം ബുദ്ധിയും പുത്രനും സ്നേഹദേഹമർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രഞ്ച മന്ത്രത്വം നയവും വസയും ഗുരു. അപ്പൊ ബുദ്ധി വർദ്ധിക്കും. നിങ്ങൾക്ക് ബുദ്ധി ഇല്ലാന്നൊന്നും വിചാരിക്കരുത്. നല്ല അറിവും കഴിവും ബുദ്ധിയൊക്കെ കിട്ടും. സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താനങ്ങളെ കിട്ടി, ഉള്ള പിള്ളേർക്ക് ജോലി, പൈസ, വിവാഹം, മത്സരങ്ങളിലും പരീക്ഷകളിലും ഉന്നത വിജയവും സന്തോഷവും സമൃദ്ധിയും. പിള്ളേർ നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. നമ്മൾ പിള്ളേരെ കാര്യമല്ലേ നോക്കി. പിള്ളേർ നമുക്ക് വേണ്ടി അച്ഛനെ രക്ഷിക്കണം, അമ്മയെ സഹായിക്കണം, കുടുംബത്തെ രക്ഷിക്കണമെന്നൊക്കെ തോന്നും. അവര് സന്തോഷവാനായിട്ട് സന്തോഷവതികളായിട്ട് അച്ഛനമ്മമാരോട് സ്നേഹവും ഇഷ്ടമൊക്കെ കാണിക്കും. ഇപ്പോൾ അച്ഛനമ്മമാരും മക്കൾക്ക് വേണ്ടി ജീവിക്കുക. പക്ഷെ മക്കൾ നമുക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് ജീവിതത്തിന്റെ സുഖവും സന്തോഷവും ആസ്വദിക്കാൻ നമുക്ക് പറ്റും. അങ്ങനെ നമുക്ക് സന്താനങ്ങളുടെ പ്രീതി കിട്ടും, ബുദ്ധിയും ബുദ്ധിയും സ്നേഹം കിട്ടും. എല്ലാവരും സ്നേഹം കാണിക്കും. സ്നേഹം കൂടി പോകരുത്. കാരണം എല്ലാവരോടും സ്നേഹം കാണിക്കണേ കുഴപ്പമില്ല. വീട്ടിലുള്ളവരോട് സ്നേഹം കാണിക്കാൻ വളരെ നല്ലതാണ്. നാട്ടിലുള്ളവരോട് സ്നേഹം കൂടുമ്പോഴാണ് വീട്ടിലുള്ളവരുടെ അക്രമങ്ങളും വിരോധങ്ങളും ഉണ്ടാകും. പ്രത്യേകിച്ച് ഇടവക്കൂറുകാർക്ക് കുടുംബജനങ്ങളെ കൊണ്ട് കൂടുതൽ സ്നേഹവും ഇഷ്ടവും സഹായവും ഒന്നും കിട്ടില്ല. അന്യ ആൾക്കാരാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ബന്ധുക്കളായിട്ട് സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഈ സ്നേഹം മറ്റുള്ളവരോട് കൂടുമ്പോഴാണ് വീട്ടിലുള്ളവരുടെ വിരോധം കൂടുന്നതും ഭാര്യ ഭർത്തൃ കുടുംബ ബന്ധമൊക്കെ തെറിച്ചു പോകണം. അങ്ങനെ ഭാര്യ വേണ്ട, ഭർത്താവ് വേണ്ട, ബന്ധം വേണ്ട എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ഉള്ള ബന്ധങ്ങൾ സ്നേഹിച്ച് ജീവിക്കാനും അല്ലെങ്കിൽ ഒരു പുനർവിവാഹം നടത്തണമെന്ന് വെച്ചാൽ നടത്താനും സാധ്യതയുള്ള ഘട്ടമാണ്. അങ്ങനെ കുടുംബ ബന്ധങ്ങൾ നല്ല രീതിയിൽ വരും. ഭാര്യ വേണ്ട, ഭർത്താവ് വേണ്ട, ബന്ധം വേണ്ട, മക്കൾ വേണ്ട എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ഭാര്യയും ഭർത്താവും മക്കളും ബന്ധവും ജീവിതവും പണവും ഒക്കെ കിട്ടി അവരുടെ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങൾക്ക് ഐശ്വര്യവത്തായ അനുകൂലം കിട്ടുന്ന സമയമാണ്. ബുദ്ധിയും സ്നേഹം ദേഹം അർത്ഥം ഗുരു. ദേഹം എന്ന് വെച്ചാൽ ശരീരത്തിന് ആരോഗ്യവും സൗന്ദര്യവും ബുദ്ധിയും ഒക്കെ വർദ്ധിക്കും. അങ്ങനെ അർത്ഥം നിറയെ പൈസകൾ കിട്ടും. നമുക്ക് ബിസിനസ്, ജോലിയിലെ പ്രൊമോഷൻ, നല്ല സാലറി, ജീവിത നേട്ടങ്ങളൊക്കെ കിട്ടും. അങ്ങനെ എല്ലാ തരത്തിലും സന്താനങ്ങൾക്കും കുടുംബത്തിനും മക്കളില്ലാത്തവർക്ക് പോലും നല്ല സമ്പത്തും സന്തതി സൗഭാഗ്യവും ജോലിയൊക്കെ കിട്ടും. പിന്നെ വേഴൻ മിഥുനം രാശിയിലാണ് വരുന്നത്. അപ്പൊ നൃത്തബാധിത കലാസുജ വിദ്വാൻ കാവ്യകൃതിന രാശാവസാനം. അപ്പൊ നൃത്തം, വാദ്യം, കല, കായിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, മത്സരങ്ങളിലും പരീക്ഷകളിലും പോണവർക്ക് അവാർഡുകൾ, അംഗീകാരങ്ങൾ, ആദരവുകളൊക്കെ കിട്ടും. അങ്ങനെ ഹീറോ ഈ മനുഷ്യൻ എങ്ങനെയാണ് നൃത്തത്തിൽ ഹീറോ ആയതെന്ന് തോന്നുന്ന തരത്തിലുണ്ട്. അപ്പൊ നിങ്ങളുടെ കഴിവുകൾ ചെറുതാണെങ്കിലും വലിയ ഭാഗ്യങ്ങൾ നമ്മളെ തേടിയെത്തുന്ന സമയമാണ്. ഇതൊക്കെ നമുക്ക് കിട്ടുമെന്ന് തന്നെ പറയാം. ചില ആൾക്കാർക്ക് വിരോധം തോന്നുന്നതെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരു കാലവും രക്ഷപ്പെടാത്ത ആൾക്കാരുണ്ട്. ഇതെന്താണ് ചോദിച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞ ഫലങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടാത്ത വലിയ ചോദ്യമാണത്. ശരിക്കും ഞാനും അത് ആലോചിച്ചപ്പോൾ കണ്ടെത്തിയ കാര്യം, ഞങ്ങളുടെ കുടുംബത്തിലുള്ള പലവർക്കും തന്നെ ഇത്രയുള്ള ബുദ്ധിമുട്ടുകളുണ്ടെന്നാണ് ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടാത്ത കാര്യം. കുടുംബദേവന്മാരുടെ ശാപം, പിതൃക്കളുടെ ശാപം, അച്ഛൻ്റെ ശാപം, അമ്മച്ചിയുടെ ശാപം, ഗുരുക്കന്മാരുടെ ശാപം, ഒരു സ്ഥലത്തും ഒരു രാജ്യത്തിലും ഉറച്ചു നിൽക്കാത്ത ദോഷം, ആര് പറഞ്ഞാലും കേൾക്കാത്ത ദോഷം, ബ്രാഹ്മണശാപം, സർപ്പശാപം, പിതൃശാപം, ജനിച്ചപ്പോഴേ ദോഷ ദുരിതങ്ങൾ ജനിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവർക്ക് ജീവിതത്തിൽ ഈ നമ്മളെ ജന്മം മാത്രമല്ല, സപ്തജന്മ നിരോധിച്ച ദുഃഖഭാഗ്യ ജായത് 7 തലമുറയോളം തകർത്ത് നശിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുടുംബദോഷങ്ങള്, ജാതകദോഷങ്ങള്, ഗ്രഹപ്പിഴകളൊക്കെ ജനിക്കുമ്പോഴേ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ പരിഹാരവും കൂടെ ചെയ്താൽ ഇങ്ങനെയുള്ള ഗ്രഹമാറ്റങ്ങളും രാശിമാറ്റങ്ങളും ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നല്ല പുരോഗതി കിട്ടും. ജനിച്ചപ്പോഴേ കണ്ണ് കണ്ടുകൂടാത്ത ഒരാളിന് ഏതൊക്കെ കണ്ണാശുപത്രി പോലെ ഏതൊക്കെ കണ്ണടകൾ വാങ്ങിച്ചു വെച്ചാലും നമുക്ക് കാഴ്ച കിട്ടാത്തത് പോലെയാണ് ദോഷമുള്ളവർക്കൊന്നും ഇരുട്ടത്ത് കിടന്ന് തപ്പേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ആ ജാതകം പരിശോധിച്ച് നോക്കണം. ജ്യോതിഷത്തിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും വിശ്വാസമുള്ളവരാണ്. പക്ഷെ എങ്കിലും ഈ ഫലങ്ങളിലുള്ള വ്യത്യാസങ്ങൾ, ഭാഗ്യക്കുറവുകൾ അനുഭവപ്പെടുമ്പോഴാണ് നമുക്ക് അത് ശരിയല്ല എന്ന് തോന്നുന്നത്. അപ്പൊ നിങ്ങളുടെ സംശയം ഇതാണ്. അപ്പൊ നിങ്ങളത് രക്ഷിക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ പറ്റും. അപ്പൊ നമുക്ക് ദോഷങ്ങൾ മാറാനും ഐശ്വര്യപൂർത്തി കിട്ടാനും വേണ്ടിയുള്ള പരിഹാരങ്ങളും പൂജകളും ചെയ്യണം.
പതിനാറിനാണ് മേഴം നമുക്ക് ഈ ഇടവത്തിൽ 2 നിൽക്കണം. പിന്നെ 3 വരുമ്പോൾ നമുക്ക് കലഹങ്ങൾ, വിരോധങ്ങൾ, ശത്രുതകൾ, കാര്യതടസ്സങ്ങൾ, മാനസിക പ്രയാസങ്ങളൊക്കെ വരും. അത് നവംബർ 18 മുതൽ ഡിസംബർ മാസം, ഒക്ടോബർ 18 മുതൽ ഡിസംബർ 5 വരെയാണ് നമുക്ക് ഗ്രഹപ്പുഴ. അപ്പം വിഷ്ണുവിനെ ഭജിക്കണം. നവഗ്രഹ പൂജ, മൃത്യുഞ്ജയം, ഐശ്വര്യ പൂജ, ശത്രു സംഹാര പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ ദോഷങ്ങൾ മാറും. നിങ്ങളും ഭക്തിയോടുകൂടി ഭഗവാനെ ഭജിച്ചാൽ തീരാവുന്ന ദോഷങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ജാതകവും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ നമുക്ക് നല്ല ദശാകാലങ്ങളാണെങ്കിൽ ഈ പറയുന്ന വേഗത്തിന്റെ മാറ്റം വളരെയധികം ഗുണങ്ങൾ തന്നെ ചെയ്യും. ജാതകത്തിൽ എന്തെങ്കിലും ഗ്രഹപ്പിഴകൾ, ദശാസന്ധികൾ, ദോഷ ദുരിതങ്ങളുണ്ടെങ്കിൽ വിനകൾ കൂടുതൽ നമ്മളെ ഊപ്പാട് വരുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ജാതകം പരിശോധിച്ച് നോക്കുന്നതിന് ജനതീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം ഇതൊക്കെ അയച്ചു തരണം. ഫീസും അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ കാലഭൈരവ ക്ഷേത്രത്തിൽ പരിപാടികളും പൂജകളും നിങ്ങൾക്ക് നടത്തുന്നത് ഏറ്റവും നല്ലതായിരിക്കും. എല്ലാ അമാവാസ്യ തോറും രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മൃത്യുഞ്ജയോമം, പിതൃക്കൾക്ക് ബലി, കുലഹോമം, 4 മണിക്ക് യമരാജ പൂജ, സർപ്പപൂജ, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7 മണി വരെ നമുക്ക് അഭിഷേകങ്ങൾ, പുഷ്പാഭിഷേകം, പുഷ്പാഭിഷേകം, ആരതി, അതേപോലെ പാല്, തൈര്, വെണ്ണ, കളഭം, കുങ്കുമം, മഞ്ഞൾ കുങ്കുമം, പനിനീര്, കരിക്ക് മുതലായിരിക്കുന്ന ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെല്ലാം ഗ്രഹപ്പിഴകളും ദശാസന്ധികളും കുഴപ്പങ്ങളും ഉണ്ടെങ്കിലും ദൈവങ്ങളെ ഭജിക്കുന്നത് കൊണ്ട് ദോഷം വരും. നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലും ഗ്രാമക്ഷേത്രത്തിലും അതേപോലുള്ള വിഷ്ണു ക്ഷേത്രത്തിലും ഒക്കെ ദർശന വഴിപാടുകൾ നടത്തുമ്പോൾ നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകൾ മാറും. കാലഭൈരവ ക്ഷേത്രത്തിൽ എല്ലാ അമാവാസ്യത്തോടും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ഷേത്ര നട തുറന്നിരിക്കും. നിങ്ങളുടെ വിഷമതകൾ മാറി നിങ്ങൾക്കും കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.